നമ്മുടെ തുടർച്ചയായി നമുക്ക് ശക്തി തരുന്ന പ്രേക്ഷകർക്ക് നിന്നുള്ള പ്രതിനിധിയാണ്, എല്ലാ അർത്ഥത്തിലും റെപ്രസെൻറ്റേറ്റീവാണ് ഉഷ നല്ലൂർ എന്ന പലരുടെയും നമ്മുടെ പ്രേക്ഷകരുടെ തന്നെ ഉഷ് ചേച്ചി. ഉഷ് ചേച്ചിയും ഉഷ് ചേച്ചിയുടെ ശിഷ്യഗണങ്ങളും സംഘവും അണിയിച്ചൊരുക്കിയ പാട്ടാണ് ഇനി. നമസ്കരിപ്പു ഭാരതമങ്ങേ. ഉഷ നല്ലൂരും സംഘവും ആലപിച്ച ദേശഭക്തി ഗാനമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഗായകർ നമ്മുടെ ഉഷ ചേച്ചി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വാർത്താ അവതാരക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിമെൻ്റ് നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകയാണ് ഉഷ നല്ലൂർ. ഒപ്പം അപർണ ഹരിയുണ്ട്, ഷിനി രതീഷ് ഉണ്ട്, ശ്രീരഞ്ജിനിയുണ്ട്, ശ്രുതിയുണ്ട്. ഇനി ഓർക്കസ്ട്രേഷൻ ബേബി വടക്കഞ്ചേരിയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പാട്ടിലേക്ക് പോകാം അല്ലേ? ഉറപ്പായിട്ടും കാണാം. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാനമ്രം. നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ. 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 ജനിച്ച നാൾ തൊട്ടന്തിമ നിമിഷം വരെയും ത്യാഗനിധേ. ഭവാന്റെ ജന്മം വിശ്രമശൂന്യം കണ്ടക സങ്കീർണം. അനാദിനാളായി അണയാതിരിയും രാഷ്ട്രബലിത്തീയിൽ സ്വജീവ പുഷ്പം സ്വന്തകരത്താൽ ആഹുതി ചെയ്തു നീ. മഹാശയ ആഹുതി ചെയ്തു നീ. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാനമ്രം. നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ. മറഞ്ഞുപോയി സ്ഥൂല ശരീരം മായാലോകത്തിൽ. നിലച്ചുപോയി നിൻ ഭൗതിക ശബ്ദം മാനവ കർണത്തിൽ. യഥാർത്ഥ രാഷ്ട്ര പ്രേമികൾ ചൊരിയും ബാഷ്പജലത്താലേ. പവിത്രമാം നിൻ സ്മരണ മഹാശയ ഞങ്ങൾ കാലംബം. എന്നും ഞങ്ങൾ കാലംബം. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണ ഭാഗ്യവിധാതാവേ. മരിച്ചുപോയി നീ അണുവണുവായി ഞങ്ങൾക്കുയിരേകാൻ.
കേശവ ഭാരത ഭാഗ്യവിധാതാവേ. അതാ കിഴക്കൻ മലകളിൽ അരുണിമ കളഭം പൂശുന്നു. പ്രപഞ്ചമേതോ സത്യയുഗത്തിൽ പ്രതീക്ഷ കൊള്ളുന്നു. അജയ്യ ശക്തി തികവാർന്നുയരും ഭാരത ഭാവി ഗുരു. ഭവാന്റെ ദുർഗ്രഹ ജീവിത തത്വം വാഴ്ത്തി പാടിടും, എന്നും വാഴ്ത്തി പാടിടും. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാനമ്രം. നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ. നമസ്കരിപ്പൂ ഭാരതമങ്ങേ സ്മരണയാനമ്രം. നമസ്കരിപ്പൂ കേശവ ഭാരത ഭാഗ്യവിധാതാവേ. ഭാരത ഭാഗ്യവിധാതാവേ. അങ്ങനെ ആ ഇത്ര മനോഹരമായ വരികൾ. വളരെ ഒട്ടനവധി പ്രതികരണങ്ങൾ ഇതിനകം വന്നു കഴിഞ്ഞെല്ലാം വായിക്കാനുള്ള സമയമല്ല. ഇതിനകം ശ്രീ വിജയ മേനോൻ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. പരേഡ് തുടങ്ങുന്ന കൃത്യസമയം ഇതുവരെയുള്ള വിവരമനുസരിച്ച് 10:30. ഇതിൽ മാറ്റമുണ്ടെങ്കിൽ പുത്തൻപുലരി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് പ്രേക്ഷകരിലെത്തിക്കാം.